Dear students, welcome back to Tulips. Sylvia Plath in the Tulips like Swagadam. Fifth stanza. I didn't want any flowers. എനിക്ക് പൂക്കൾ ആവശ്യമില്ല. I only wanted to lie with my hands turned up and be utterly empty. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? To lie with my hands turned up. എൻ്റെ കൈകൾ ടേൺഡ് അപ്പായ രൂപത്തിൽ കിടക്കുക മാത്രമാണ് എനിക്ക് ആവശ്യം. അത് മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു രൂപമാണ്. കൈ ടേൺഡ് അപ്പായി കിടക്കുക. ആൻഡ് ബി അറ്റേർലി എംറ്റി, സമ്പൂർണ്ണമായും എംറ്റി ആവാനാണ് എൻ്റെ ആഗ്രഹം. എംറ്റി ആവുന്നത് എന്താണ്? മരണത്തെ സൂചിപ്പിക്കും. അപ്പോൾ എനിക്ക് മരണമാണ്, ഈ ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക് കടന്നു പോകാൻ, എൻ്റെ ജീവിതത്തെ എങ്ങനെ മറുവശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൗ ഫ്രീ ഇറ്റ് ഈസ്, അതെത്ര സ്വതന്ത്രമാണ്. യു ഹാവ് നോ ഐഡിയ ഹൗ ഫ്രീ. നിനക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എത്രത്തോളം അത് ഫ്രീ ആണെന്ന്, നിനക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു വായനക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലൈൻ, ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത്. നിനക്കൊരു പക്ഷേ അതെത്ര ഫ്രീ ആണെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ലഭിക്കില്ല. ദ പീസ്ഫുൾനെസ് ഈസ് സോ ബിഗ് ഇറ്റ് ഡേസസ് യു. പീസ്ഫുൾനെസ് എന്നത് പ്രശാന്തമായ ഒരു സിറ്റുവേഷൻ, അതിഗംഭീരമാണ്, അത്രയും ഗംഭീരമാണ്. ഇറ്റ് ഡേസസ് യു, അത് നിന്നെ വിസ്മയിപ്പിച്ച് കളയും. നീ വിസ്മയിച്ച് പോകും. പീസ്ഫുൾനെസ് നീ ആസ്വദിക്കുകയാണെങ്കിൽ അത്രയും ഗംഭീരമാണത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇറ്റ് ആസ് നത്തിങ്, അതിനൊന്നും ആവശ്യമില്ല. ആ പീസ്ഫുൾനെസ് ഒന്നും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല. എ നെയിം ടാഗ്, എ ഫ്യൂ ട്രിങ്കിറ്റ്സ്, എന്തുമാത്രം മതി? ഒരു വിലയുമില്ലാത്ത നിസ്സാരമായ എന്തെങ്കിലും മതി. ട്രിങ്കിറ്റ്സ് എന്നുവെച്ചാൽ നിസ്സാരമായ വിലയില്ലാത്ത ചിലത് എന്തെങ്കിലും. പിന്നെ ഒരു നെയിം ടാഗും എന്താണ്? മരണപ്പെട്ടവനാകെ അവകാശപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആളെ സൂചിപ്പിക്കുന്ന ഒരു നെയിം ടാഗ് കാലിൽ കെട്ടിയിരിക്കുന്നത്. മറ്റൊന്ന് നിസ്സാരമായ വില കുറഞ്ഞ പരുക്കൻ തുണി കൊണ്ടുള്ള കവറിങ്, അല്ലേ? പിന്നെയോ ഇറ്റ്സ് വാട്ട് ദ ഡെഡ് ക്ലോസ് ഓൺ, അതാണ് മരണപ്പെട്ടവർ അവസാനമായിട്ട് ക്ലോസ് ഓൺ ചെയ്യുന്നത്, അവർ അടക്കി അവരെ കവർ ചെയ്യുന്നത്. ഫൈനലി ഐ ഇമാജിൻ ദം ഷഡിങ് ദെയർ മൗത്ത്സ് ഓൺ ഇറ്റ് ലൈക്ക് എ കമ്മ്യൂണിയൻ ടാബ്ലറ്റ്. ഐ ഇമാജിൻ, ഞാൻ ഭാവനയിൽ കാണുകയാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഇവ കൊണ്ട് മാത്രം വായടക്കുന്നത്. അപ്പോൾ വായടക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സമാപിക്കുക എപ്പോഴാണ്? മരണത്തോടുകൂടെയാണ്. എന്തിലാണ് മനുഷ്യൻ വായടക്കുന്നത്? ഓൺ ഇറ്റ് എന്താണ്? നെയിം ടാഗ് ആൻഡ് ഫ്യൂ ട്രിങ്കിറ്റ്സ്, ഒരു വിലയുമില്ലാത്ത ചില വസ്തുക്കളും ഒരു നെയിം ടാഗും. അതോടുകൂടി അവൻ മൗത്ത് അടക്കുകയാണ്. ഷഡിങ് ദെയർ മൗത്ത്സ് ലൈക്ക് എ കമ്മ്യൂണിയൻ ടാബ്ലറ്റ്, ഒരു കമ്മ്യൂണിയൻ ടാബ്ലറ്റ് പോലെ. കമ്മ്യൂണിയൻ ടാബ്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ ഇമേജറിയാണ്. ക്രിസ്ത്യാനിറ്റിയിലെ കാത്തലിക്സിനിടയിൽ കമ്മ്യൂണിയൻ ടാബ്ലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരികമായ ചില ബന്ധങ്ങളെ ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന ചില അഭിഷേകം ചെയ്യുന്നത് പോലെയുള്ള അങ്ങനെ ഒരു സംഭവമാണ് കമ്മ്യൂണിയൻ ടാബ്ലറ്റ്. അതിനെക്കുറിച്ച് മതപരമായ ഞാൻ ചില വായിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ചിലപ്പോൾ അത് അബദ്ധമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏതായാലും കമ്മ്യൂണിയൻ ടാബ്ലറ്റ് അതിൻ്റെ ക്രിസ്ത്യൻ ഇമേജറിയാണ്. പിന്നെ മരണത്തോടുകൂടി ഇവർ വായടക്കുന്നു. എന്തിനാൽ? വളരെ നിസ്സാരമായ ചില വസ്തുക്കളും ഒരു നെയിം ടാഗും മാത്രം എടുത്തുകൊണ്ട് മറ്റൊന്നും അവരെടുക്കുന്നില്ല. അപ്പോൾ അവർ രുചിക്കുന്നത് സത്യത്തിൽ എന്താണ്? കമ്മ്യൂണിയൻ ടാബ്ലറ്റ് രുചിക്കുക എന്ന ആത്മീയമായ നിർവൃതിയാണ്. ആ നിർവൃതി ലഭിക്കാൻ, അതാണ് പീസ്ഫുൾനെസ്. ആ പീസ്ഫുൾനെസ്സിന് ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചാൽ ആ പീസ്ഫുൾനെസ് എന്താണ്? മരണമാകുന്നു. ആ മരണമാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വിശദമായി പറയുന്ന ഒരു സ്റ്റാൻസയാണ് ഫിഫ്ത്ത് സ്റ്റാൻസ. Then next stanza, the tulips are too red in the first place, they hurt me. ഇനി ട്യൂലിപ്സിനെ കുറിച്ച് അവർ വിശദമായി സംസാരിക്കുകയാണ്. ഈ ചുവന്ന നിറമുള്ള ട്യൂലിപ്സ് എന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട്. എന്താ കാര്യം? ഈവൻ ത്രൂ ദ ഗിഫ്റ്റ് പേപ്പർ ഐ കുഡ് ഹിയർ ദം ബ്രീത്ത് ലൈറ്റ്ലി. ഈ ഗിഫ്റ്റ് പേപ്പറിനുള്ളിലൂടെ പോലും അവ ശ്വസിക്കുന്നത്, അവയുടെ ശ്വസനത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, നേരിയ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂലിപ്സിനെ പലയിടത്തും പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ട്യൂലിപ്സ് ശ്വസിക്കുന്നുണ്ട് ഈ ഗിഫ്റ്റ് പേപ്പറിനിടയിലൂടെ, ഞാനത് കേൾക്കുന്നു. ത്രൂ ദെയർ വൈറ്റ് സ്വാഡ്ലിങ്സ്, അവയുടെ വെള്ള നിറത്തിലുള്ള ഈ സ്വാഡ്ലിങ്സിനിടയിലൂടെ പോലും, സ്വാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ശിശുക്കളെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, കുട്ടികളെ, വളരെ ചെറിയ കുഞ്ഞുങ്ങളെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം തുണിയാണ്. യേശു ക്രിസ്തുവിനെയും ഈ സ്വാഡ്ലിങ്ങിലാണ് പിന്നെ കവർ ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇമേജറിയാണെന്ന് പറയാം. ലൈക്ക് ആൻ ഓഫുൾ ബേബി, ഓഫുള്ളായ ഒരു കുഞ്ഞിനെ പോലെ, വളരെ ഒരു പേടിയുള്ള ഓഫുള്ളായ സിറ്റുവേഷനുള്ള ഒരു കുഞ്ഞിനെ പോലെ. അപ്പോൾ ഈ ട്യൂലിപ്സിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ഓഫുള്ളായ ഒരു ബേബി ആയിട്ടാണ്. എന്ന് മാത്രമല്ല, ഈ ട്യൂലിപ്സ് ആകുന്ന കുഞ്ഞ് ഹേർട്ട് മീ, എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താ കാര്യം? ട്യൂലിപ്സിൻ്റെ വർണ്ണം, ചുവന്ന നിറം, അത് ഇഷ്ടങ്ങളെ, അഭിനിവേശങ്ങളെ, പിന്നെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ,
ജീവിതത്തോട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതേസമയം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നംനെസ്, സ്ലീപ്പിംഗ്, അല്ലേ, എംപ്റ്റിനെസ്, ഒന്ന് സമ്പൂർണ്ണമായ എംപ്റ്റിനെസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരണമാണ്, പീസ്ഫുൾനെസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന അങ്ങനെയുള്ള എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ഈ ട്യൂലിപ്സുമായി വരുന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന് അപ്പോൾ ജീവനുള്ള എല്ലാതിനെയും, ജീവനെ സ്മരിപ്പിക്കുന്ന സകലത്തിനെയും അവർ വെറുക്കാൻ തുടങ്ങുന്നു, അവർ ഭയപ്പെടുന്നു എന്ന ഒരു മീനിങ് ആണ് ഇവിടെ നൽകുന്നത്. ട്യൂലിപ്സിനെ ഞാൻ ഭയപ്പെടുന്നു. Their redness talks to my wound, it corresponds. അതിൻ്റെ ചുവന്ന നിറം കറസ്പോണ്ട് ചെയ്തത് എൻ്റെ വൗണ്ട്സിനെയാണ്. സർജറി കഴിഞ്ഞ സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ശാരീരികമായ മുറിവ് എന്നും മാനസികമായ മുറിവ് എന്നും രണ്ട് മീനിങ് ആണ്. അപ്പോൾ അതെൻ്റെ വൗണ്ട്സിനെയും എൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തെയും സൂചിപ്പിക്കുന്ന, അതിനെ ഓർമ്മിപ്പിക്കുന്ന റെഡ്നെസ്സാണ് ഈ ട്യൂലിപ്സിനുള്ളത്. ദേ ആർ സറ്റിൽ, ദേ സീം ടു ഫ്ലോട്ട് though they weigh me down. അത് സെറ്റിലാണ്, അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള എന്തോ ഒന്നുപോലെയാണ്. അത് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നാം, പക്ഷേ അവ എന്നെ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ട്യൂലിപ്സ് എന്നെ ഡൗൺ ചെയ്യുന്നു. എന്തുകൊണ്ട്? അബ്സറിങ് മീ വിത്ത് ദെയർ സഡൻ ടങ്സ് ആൻഡ് ദെയർ കളർ എ ഡസൻ ലെഡ് സിംഗേഴ്സ് റൗണ്ട് മൈ നെക്ക്. എന്നെ അപ്സെറ്റ് ആക്കിക്കൊണ്ട് വിത്ത് ദെയർ സഡൻ ടങ്സ്, അവയുടെ ഈ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഈ സംസാരം കൊണ്ട്, ആൻഡ് ദെയർ കളർ, അവയുടെ നിറം കൊണ്ട്. അപ്പോൾ ട്യൂലിപ്സിൻ്റെ നിറവും, ട്യൂലിപ്സിന് നാവുണ്ട് എന്ന രീതിയിൽ, അതായത് പേഴ്സണിഫൈ ചെയ്ത് പറയുകയാണ് കവയത്രി. എന്താണ് ട്യൂലിപ്സിൻ്റെ നിറം മാത്രമല്ല, അതിൻ്റെ സംസാരവും. എന്താണ് ട്യൂലിപ്സ് സംസാരിക്കുന്നത്? ജീവിതത്തെക്കുറിച്ചാണ്, ജീവിതത്തോടുള്ള അഭിനിവേശങ്ങളെക്കുറിച്ചാണ് ട്യൂലിപ്സ് സംസാരിക്കുന്നത്. ബേബിയായിട്ട് ജനിക്കുന്ന, ചെറുതായി അതിൻ്റെ ബ്രീത്ത് ചെയ്യുന്ന, ലൈറ്റ്ലി അതിൻ്റെ ശബ്ദം പോലും ഞാൻ കേൾക്കുന്ന ഈ ഒരു ട്യൂലിപ്സ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം പോലെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ട്യൂലിപ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഡസൻ ലെഡ് സിംഗേഴ്സ് റൗണ്ട് മൈ നെക്ക്. എൻ്റെ കഴുത്തിന് ചുറ്റും ഒരു ഡസൻ ചുവന്ന ലെഡ് സിംഗേഴ്സ് കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ലെഡ് സിംഗേഴ്സ് എന്ന് വെച്ചാൽ ഈ മുക്കുവരൊക്കെ വല മുങ്ങിപ്പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെഡ്, അതിനാണ് ലെഡ് സിംഗർ. അപ്പോൾ ഏതായാലും ലെഡ് സിംഗർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കിക്കളയാൻ ഉപയോഗിക്കുന്ന, കൂടുതൽ താഴേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഇത് എൻ്റെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഈ ട്യൂലിപ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് മരണമാകുന്നു, ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കാകുന്നു. ദ നെക്സ്റ്റ് സ്റ്റാൻസ. Nobody watched me before, now I am watched. ആരും മുമ്പെന്നെ കണ്ടിരുന്നില്ല, ഇപ്പോൾ ഐ ആം വാച്ച്ഡ്, ഞാൻ വാച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദ ട്യൂലിപ്സ് ടേൺ ടു മീ, ട്യൂലിപ്സ് എനിക്ക് നേരെ തിരിയുന്നു. ഇവിടെയും ട്യൂലിപ്സ് പേഴ്സണിഫൈഡ് ആണ്. പിന്നെയോ ആൻഡ് ദ വിൻഡോ ബിഹൈൻഡ് മീ, എൻ്റെ പിറകിലുള്ള വിൻഡോയും എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിൻഡോ എന്ന് പറഞ്ഞാൽ ജാലകം, മറ്റുള്ളവർക്ക് നമ്മളെ കാണാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ വിൻഡോ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ആ വിൻഡോ ആവട്ടെ, വേർ വൺസ് എ ഡേ ദ ലൈറ്റ് സ്ലോലി വൈഡൻസ് ആൻഡ് സ്ലോലി തിൻസ്. ആ വിൻഡോയിലൂടെയാണ് പകൽ വെളിച്ചം പതിയെ വിശാലമാവുകയും പിന്നെ മെലിയുകയും ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് വെയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഐ സീ മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ കാണുന്നത് എങ്ങനെ? ഫ്ലാറ്റ്, റിഡിക്കുലസ്, എ കട്ട് പേപ്പർ ഷാഡോ, ഞാൻ ഫ്ലാറ്റായിരിക്കുന്നു, വികാരശൂന്യയായിരിക്കുന്നു. റിഡിക്കുലസ്, പരിഹാസ്യയായിരിക്കുന്നു. എ കട്ട് പേപ്പർ ഷാഡോ, ഞാനൊരു പേപ്പർ കഷ്ണത്തിൻ്റെ നിഴല് പോലെയായിരിക്കുന്നു. ബിറ്റ്വീൻ ദി ഐ ഓഫ് ദ സൺ ആൻഡ് ദി ഐസ് ഓഫ് ദ ട്യൂലിപ്സ്, ഈ സൂര്യൻ്റെ കണ്ണുകൾക്കിടയിലും പിന്നെയോ ട്യൂലിപ്സിൻ്റെ കണ്ണുകൾക്കിടയിലും. അപ്പോൾ ട്യൂലിപ്സ് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിലിൽ ഞാൻ എല്ലാവർക്കും കാണുന്ന വിധം തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കാണപ്പെടുന്നത് ഇങ്ങനെയാണ് എന്നെനിക്ക് തന്നെ തോന്നി. ആൻഡ് ഐ ഹാവ് നോ ഫേസ്, എനിക്കിപ്പോൾ മുഖമില്ല. ഐ ഹാവ് വാണ്ടഡ് ടു എഫസ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ മായ്ച്ചു കളയുവാൻ, ഡിസപ്പിയർ ആകുവാൻ താല്പര്യപ്പെട്ടു. ദ വിവിഡ് ട്യൂലിപ്സ് ഈറ്റ് മൈ ഓക്സിജൻ, ഈ വർണ്ണാഭമായ ട്യൂലിപ്സ് എൻ്റെ ഓക്സിജൻ, എൻ്റെ ജീവവായു അത്രയും തിന്നു തീർക്കുകയാണല്ലോ. അഥവാ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർ തന്നെ വാച്ച് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ ആരെങ്കിലുമായിട്ട് പ്രത്യക്ഷപ്പെടാൻ ഒരു താല്പര്യവുമില്ല, പകരം മരണം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ട്യൂലിപ്സിൻ്റെ പ്രസൻസ് എൻ്റെ ജീവവായു നഷ്ടപ്പെടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
The next stanza. ബിഫോർ ദ കെയിം ദി എയർ വാസ് കാം ഇനഫ്. അവയുടെ വരവിന് മുമ്പ് ഈ എയർ വളരെ കാമായിരുന്നു, വേണ്ടത്ര പ്രശാന്തമായിരുന്നു. കമ്മിങ് ആൻഡ് ഗോയിങ് ബ്രെത്ത് ബൈ ബ്രെത്ത്. ഓരോ ശ്വാസോച്ഛ്വാസത്തിനൊപ്പം വന്നും പോയും കൊണ്ടിരുന്നു. വിതൗട്ട് എനി ഫസ്, ഒരു പ്രയാസവുമില്ലാതെ, ഒരു സംഭ്രമവും കൂടാതെ. ദെൻ ദ ട്യൂലിപ്സ് ഫിൽഡ് ഇറ്റ് അപ്പ് ലൈക്ക് എ ലൗഡ് നോയ്സ്. പക്ഷേ ട്യൂലിപ്സ് വന്നതോടുകൂടി ഒരു വലിയ ശബ്ദം പോലെ, ലൗഡ് നോയ്സ്, വലിയ ബഹളങ്ങൾ ഈ ട്യൂലിപ്സ് സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ ട്യൂലിപ്സ് അതിന് വീണ്ടും പേഴ്സണിഫൈ ചെയ്യാണ്. എൻ്റെ പ്രശാന്തമായ അന്തരീക്ഷത്തെ ട്യൂലിപ്സ് എന്ത് ചെയ്തിരിക്കുന്നു? നോയ്സ് കൊണ്ട് നിറച്ചിരിക്കുന്നു. നൗ ദി എയർ സ്നാക്സ് ആൻഡ് എഡീസ്. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എയർ പ്രശാന്തമല്ല, പകരം അത് സ്നാക്സ് ആൻഡ് എഡീസ്, അത് തടസ്സങ്ങളായി മാറുകയും ചുഴികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എഡീസ് റൗണ്ട് ദം ദ വേ എ റിവർ സ്നാക്സ് ആൻഡ് എഡീസ് റൗണ്ട് എ സങ്കൻ റെഡ് എൻജിൻ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുരുമ്പ് പിടിച്ച ഒരു എൻജിന് ചുറ്റും ഒരു പുഴ ചുഴിയുണ്ടാക്കുകയും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പോലെ എൻ്റെ ചുറ്റുഭാഗവുമുള്ള ഈ ഒരു വായു ഈ ട്യൂലിപ്സിൻ്റെ വരവിന് ശേഷം ഈ ചുഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആരാണ്? ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ എൻജിൻ വെച്ച ബോട്ടാണ്. നമ്മൾ നേരത്തെ 4th സ്റ്റാൻസിൽ തന്നെ പറയുണ്ടായി 30 year old കാർഗോ. വീണ്ടും അതിനെ വെള്ളത്തെ ഓർമ്മിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഞാനൊരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചരക്കു കപ്പലാകുന്നു എന്ന കവയത്രിയുടെ നേരത്തെ പറഞ്ഞ ആ ഒരു സൂചനയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ്. പിന്നെയോ ദേ കോൺസെൻട്രേറ്റ് മൈ അറ്റൻഷൻ ദർ വാസ് ഹാപ്പി പ്ലേയിങ് ആൻഡ് റെസ്റ്റിംഗ് വിതൗട്ട് കമ്മിറ്റിംഗ് ഇറ്റ് സെൽഫ്. അവ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ അറ്റൻഷനിലാണ്. എൻ്റെ പൂർണ്ണമായ എൻ്റെ മനസ്സിൻ്റെ അറ്റൻഷൻ എവിടെയായിരുന്നു? ദർ വാസ് ഹാപ്പി പ്ലേയിങ് ആൻഡ് റെസ്റ്റിംഗ് വിതൗട്ട് കമ്മിറ്റിംഗ് ഇറ്റ് സെൽഫ്. ഒരു ചുമതലകളുമില്ലാതെ, സ്വയം ഭാരം പോലും ഏൽക്കാതെ ഹാപ്പിയായിട്ട് പ്ലേ ചെയ്യുന്ന, ഹാപ്പിയായി വിശ്രമിച്ചു കൊണ്ടിരുന്ന എൻ്റെ ആ അറ്റൻഷനെയാണ് ഇപ്പോൾ ആര് വലയം ചെയ്തിരിക്കുന്നത്? ഈ ഒരു ട്യൂലിപ്സിൻ്റെ പ്രസൻസ് വലയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്യൂലിപ്സിൻ്റെ പ്രസൻസ് അവരെ അതിശക്തമായി അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ്, ജീവിതത്തിൻ്റെ ആ അഭിനിവേശങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മിപ്പിക്കുന്നത്, അതിൻ്റെ രസങ്ങളെക്കുറിച്ചും ആനന്ദങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താകുന്നു? വളരെ പ്രശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആകുന്നു. എന്ന് വെച്ചാൽ പ്രശാന്തമായ അറ്റ്മോസ്ഫിയർ അല്ല, വളരെ പ്രശാന്തമായ ഒരവസ്ഥയാകുന്നു. അത് മരണം മാത്രമാണ് എന്ന് അവർ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് സ്റ്റാൻസ, ദ വാൾസ് ഓൾസോ സീം ടു ബി വാർമിംഗ് ദംസെൽവ്സ്. ദ ട്യൂലിപ്സ് ഷുഡ് ബി ബിഹൈൻഡ് ബാർസ് ലൈക്ക് ഡേഞ്ചറസ് ആനിമൽസ്. ദ വാൾസ്, ഈ ചുമരുകൾ, ഓൾസോ സെയിം ടു ബി വാർമിംഗ് ദംസെൽവ്സ്, അവയും സ്വയം വാർമിംഗ് ആയിട്ട് തോന്നുന്നു. ദ ട്യൂലിപ്സ് ഷുഡ് ബി ബിഹൈൻഡ് ബാർസ് ലൈക്ക് ഡേഞ്ചറസ് ആനിമൽസ്. ഈ ട്യൂലിപ്സ് എല്ലാം വളരെ ഡേഞ്ചറസ് ആയ ആനിമൽസിനെ, വളരെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ തടവിലിടുന്നത് പോലെ ബാറുകൾക്കപ്പുറത്ത്, കമ്പികൾക്ക് പുറത്ത് നിർത്തേണ്ടതാണ്. ദേ ആർ ഓപ്പണിംഗ് ലൈക്ക് ദ മൗത്ത് ഓഫ് സം ഗ്രേറ്റ് ആഫ്രിക്കൻ ക്യാറ്റ്. ചില വമ്പന്മാരായ ആഫ്രിക്കൻ ക്യാറ്റ്സ് വായി തുറക്കുന്നത് പോലെയാണ് ഈ ട്യൂലിപ്സ് ഒക്കെ വായി തുറക്കുന്നത്. ആൻഡ് ഐ ആം അവെയർ ഓഫ് മൈ ഹാർട്ട്. ഇനി ഞാനാവട്ടെ എൻ്റെ ഹൃദയത്തെക്കുറിച്ച് അവെയർ ആവുകയാണ്. ഇറ്റ് ഓപ്പൺസ് ആൻഡ് ക്ലോസസ് ഇറ്റ്സ് ബൗൾ ഓഫ് റെഡ് ബ്ലൂംസ് ഔട്ട് ഓഫ് ഷിയർ ആൻഡ് ലവ് ഓഫ് മീ. ഔട്ട് ഓഫ് ഷിയർ ലവ് ഓഫ് മീ. ആ ഹൃദയം തുറയുകയും അടയുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബൗൾ ഓഫ് റെഡ് ബ്ലൂം, അതിൻ്റെ ആ ചുവന്ന ബൗൾ ബ്ലൂം ചെയ്യുന്നത്, ഔട്ട് ഓഫ് അത് വിരിയുന്നത്, അത് തുറന്നു വരുന്നത്, വികസിക്കുന്നത് ഔട്ട് ഓഫ് ഷിയർ ലവ് ഓഫ് മീ, എന്നോടുള്ള പ്രണയം കൊണ്ട് മാത്രമാകുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഹൃദയം വികസിച്ചു കൊണ്ടിരിക്കുന്നത്. ദ വാട്ടർ ഐ ടേസ്റ്റ് ഈസ് വാം ആൻഡ് സാൾട്ട്. അതേസമയം ഞാൻ രുചിക്കുന്ന ജലമാവട്ടെ ഈസ് വാം ആൻഡ് സാൾട്ട് ലൈക്ക് ദ സീ, കടലിലേതുപോലെ സാൾട്ടിയായ വാമായ ജലമാകുന്നു. ആൻഡ് കംസ് ഫ്രം എ കൺട്രി ഫാർ അവേ, അകലെയുള്ള ഒരു നാട്ടിൽ നിന്നും ഒഴുകി വരുന്നത് പോലെ. ആസ് ഹെൽത്ത്, ഏതുപോലെ? ആരോഗ്യം പോലെ. അപ്പോൾ എൻ്റെ ആരോഗ്യം അത് അകലെയെങ്ങാണ്ട് ഒരു നാട്ടിലുള്ളതാണ്, ഞാൻ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു നാടല്ല, അകലെയുള്ള ഒരു നാട്. അപ്പോൾ എൻ്റെ ഹെൽത്തിലേക്ക് തിരിച്ചു പോകാനോ ഇൻഹാബിറ്റ് ചെയ്യാനോ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഞാൻ രുചിക്കുന്നത് കടൽ ജലത്തെ പോലെ വാം ആൻഡ് സാൾട്ടിയായ ജലമാകുന്നു എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്നോടുള്ള പ്രണയം കൊണ്ട് മാത്രം ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന ആ ഹൃദയത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവരവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും ഈ ലഭിച്ച ട്യൂലിപ്സിനെയും അവരാഗ്രഹിക്കുന്ന
ഈ പീസ്ഫുൾനെസ് ലഭ്യമാകുന്ന അവരുടെ ആഗ്രഹമാകുന്ന മരണത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസ് എക്സാം ബേസ്ഡായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആശയങ്ങൾ ഇവർ പ്രസൻറ്റ് ചെയ്യുന്ന ഇമേജറി ആകുന്നു, ഇവർ അവതരിപ്പിക്കുന്ന കമ്പാരിസൺ എങ്ങനെയാണ് ടൂലിപ്സിനെയും അവരാഗ്രഹിക്കുന്ന മരണത്തെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടൂലിപ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ലൈഫിനെയും ലൈവ്ലിനെസ്സിനെയും സൂചിപ്പിക്കുന്ന മെറ്റഫറായിട്ടാണ്. അതേസമയം അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വൈറ്റ് നിറം, അതുപോലെ അവർ കാണുന്ന വൈറ്റിലുള്ള എല്ലാം പ്രകാശം പോലും അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പീസ്ഫുള്ളായ മരണത്തിലേക്കുള്ള മാർഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ സാധ്യമാകുന്നു. പിന്നെ മറ്റൊന്ന് ഇക്ലീസിയാസ്റ്റിക്കൽ എലമെൻറ്റ്സ്, ക്രിസ്ത്യൻ ഇമേജറികൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എക്സാം ഓറിയൻറ്റഡായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റു ചില പഠനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.